ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ക്ലീനിങ് ടിപ്സാണ്. അതായത് ഞാൻ സാധാരണ ഫോളോ ചെയ്ത് നോക്കിയതിന് ശേഷം ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഹോം ക്ലീനിങ് ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ക്ലീനിങ് ടിപ്സ് എല്ലാം തന്നെ നമ്മൾ ഈ വൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് പലർക്കും അറിയുന്നുണ്ടാവും, പലരും ഉപയോഗിക്കുന്നുണ്ടാവും. ബേബി വൈപ്സോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈപ്സ് ഉണ്ടല്ലോ, അതുപയോഗിച്ച് നമുക്ക് നമ്മുടെ ക്ലീനിങ് ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് മിക്സി. പലപ്പോഴും മിക്സി നമ്മൾ എത്ര വൃത്തിയായി കൊണ്ടു നടക്കാൻ ശ്രമിച്ചാലും ഈ മിക്സിക്ക് ഇടയിലുള്ള ചെറിയ രീതിയിൽ ഇരിക്കുന്ന അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പാടായ കാര്യമാണ് അല്ലേ. സ്ക്രബ്ബറൊന്നും വെച്ച് നമുക്കങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അത്തരം ഏരിയകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലെ നമുക്കൊരു വൈപ്പ് നമ്മുടെ ഒരു ബഡ്സിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റിക്കിലൊക്കെ ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും. നമുക്ക് സ്ക്രബ്ബറൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയാസ് പോലും നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മിക്സിയുടെ ഈ വയറും ഏരിയകളൊക്കെ ഉണ്ടല്ലോ, നമുക്കങ്ങനെ ഒരുപാട് വെള്ളം കൂട്ടിയൊന്നും തുടയ്ക്കാൻ പറ്റുന്നില്ല, പക്ഷെ എപ്പോഴും അഴുക്കായിട്ട് ഇരിക്കുന്ന ഏരിയകളാണ്. അതൊക്കെ നമുക്ക് വൈപ്പ് ഉപയോഗിച്ച് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് മിക്സിയുടെ ജാറുകൾ. മിക്സിയുടെ ജാറിൻ്റെ ഈ അടിഭാഗങ്ങൾ എപ്പോഴും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പൂപ്പൽ പോലെയൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഉണ്ടാവുമല്ലോ. ആ ഏരിയകൾ ക്ലീൻ ചെയ്യാനും അതെ ഇതുപോലെ നമുക്ക് സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് തന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് മന്ത്ലിയോ വീക്ക്ലിയോ ഒക്കെ നമുക്ക് ഇതുപോലെ ഒരു വൈപ്പ് വെച്ച് ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്. ഫ്രിഡ്ജ് ക്ലീനിങ്ങിൽ നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഉള്ള ആ ഒരു സൈഡ് അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ. ആ ഏരിയ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു വൈപ്പ് മാത്രം മതി. ഇതുപോലെ ഒരു സ്റ്റിക്കിൽ വൈപ്പ് വെച്ചിട്ട്, സ്റ്റിക്കോ അല്ലെങ്കിൽ നമുക്ക് ബഡ്സോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. എത്ര പെട്ടെന്നാണ് അഴുക്കൊക്കെ പോരുന്നത് കണ്ടില്ലേ. ഈ രീതിക്ക് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ് ഇത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വിച്ച് ബോർഡുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലൊക്കെ അല്ലേ. എപ്പോഴും നമ്മളിങ്ങനെ ഓയിലായ കൈയൊക്കെ ആയിട്ട് തൊട്ടിട്ട് എന്തായാലും അഴുക്കൊക്കെ ഉണ്ടാവും. ആ ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യാനുള്ളത് നമുക്ക് എന്തായാലും വെള്ളമൊന്നും ആക്കി കഴുകാൻ പറ്റില്ല. ഇതുപോലെ വൈപ്സ് യൂസ് ചെയ്ത്, വെറ്റ് വൈപ്സ് യൂസ് ചെയ്തിട്ട് നല്ല ഈസി ആയിട്ട് തുടച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ അറിയാം, നമ്മുടെ മൊബൈൽ ഫോൺസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഓയിലായിട്ടും അഴുക്കായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് മൊബൈൽ ഫോണുകളും അതെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ വൈപ്പ് യൂസ് ചെയ്തിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കാൻ പറ്റും. നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. മൊബൈൽ ഫോൺ പോലെ തന്നെയാണ് ലാപ്ടോപ്പ് അല്ലേ. ലാപ്ടോപ്പിൽ നമുക്കറിയാം നിറച്ച് ചെറിയ ചെറിയ പൊടികളായിട്ടുണ്ടാവും. നമ്മൾ എത്ര പൊടി തട്ടിയാലും അതിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ ഏരിയകളൊക്കെ നമുക്കിതുപോലെ വൈപ്പ് ഉപയോഗിച്ച് നല്ല പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് ചിമ്മിനി. നമുക്കറിയാം, നമ്മൾ എത്ര തുടച്ച് വൃത്തിയാക്കുമ്പോഴും അതിൽ ഈ ഓയിൽ നന്നായി തട്ടുന്ന ഭാഗമായതുകൊണ്ട് തന്നെ അതിനിടയ്ക്കൊക്കെ ഇതുപോലെ നന്നായിട്ട് അഴുക്കുണ്ടാവും. ഓയിലും മസാലകളും എല്ലാം കൂടെ അതായിട്ട് ആ ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഒരൊറ്റ വൈപ്പ് മാത്രം മതി. നല്ല ഈസി ആയിട്ട് ഒന്ന് അമർത്തി തുടച്ചെടുത്താൽ നീറ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെയാണ് ചിമ്മിനിയോട് ചേർന്നിട്ടുള്ള നമ്മുടെ കബോർഡിൻ്റെ ഏരിയ. ഒരു ഓയിലി ആയിട്ട് എപ്പോഴും ഉണ്ടാവും. നമുക്ക് എന്നാൽ വെള്ളം കൂട്ടിയൊന്നും തുടയ്ക്കാനും പറ്റില്ല. ചിമ്മിനിക്കൊക്കെ വെള്ളമാവുന്ന പ്രശ്നം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ ഏരിയകളൊക്കെ തുടയ്ക്കാനും നമുക്ക് ഈസി ആയിട്ട് വൈപ്പ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ. Thank you for watching.